അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കീ ഫ്രെയിമിംഗ്. ഇതെല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം കീ ഫ്രെയിമിംഗ് വെച്ച് നമുക്ക് പി സിയിലെ പോലെ അഡ്വാൻസ് ലെവൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ആദ്യം കീ ഫ്രെയിമിംഗ് എന്താണെന്ന് പറയാം. കീ ഫ്രെയിമിംഗ് ബേസിക്കലി 2 പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തിനേയും ആനിമേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷൻ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആൻഡ് സൂം ഇൻ ആൻഡ് ഔട്ട് മോഷൻ. അപ്പോൾ കീ ഫ്രെയിമിംഗ് അപ്ലൈ ചെയ്യാൻ ഞാനൊരു PNG ആഡ് ചെയ്യുവാണ്. ഇനി ഈ PNG ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കീ ഫ്രെയിം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കീ ഫ്രെയിമിംഗ് ആഡ് ആവും. ഞാൻ ഈ PNGയുടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിമിംഗ് ആഡ് ചെയ്തു. അടുത്ത കീ ഫ്രെയിം കുറച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കാം. ഇനി ഫസ്റ്റ് കീ ഫ്രെയിമിങ്ങിൽ ടൈം ലൈൻ കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു ഗ്രീൻ കളർ വരുന്ന കാണാം. അന്നേരം ഞാൻ ഈ PNGയെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ PNG ആനിമേറ്റ് ആയി.